നമ്മൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണവും ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലാത്തതിൻ്റെ കാരണവും. ഹായ്, ഞങ്ങളുടെ എല്ലാ ക്രയോൺസ് ഫാമിലി മെമ്പേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വാഗതം പറഞ്ഞിട്ട് 2 മാസത്തിലേറെയായി. അതുപോലെ തന്നെ നമ്മളെ കാണുന്നവരും അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഷോർട്സ് ചെയ്യുന്നില്ലേ, നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ. അപ്പം അതിന് ഒരു കാരണമുണ്ട്. അതുപോലെ നമ്മൾ റീസെൻ്റായിട്ട് 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും വന്ന കമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ കാണുന്നവർ ചോദിക്കുന്നത്, ചേട്ടനും ചേച്ചിയും എന്താ അഭിനയിക്കുന്നില്ലേ, അവരെന്താ അഭിനയം നിർത്തിയോ, അവരെന്താ നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണവും ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലാത്തതിൻ്റെ കാരണവും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ശാകർഷണം എത്തി. നമ്മൾ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇല്ലേ? നമ്മള് ശാകർഷണം നമ്മുടെ ഗ്രൂപ്പ് വന്നിട്ട് എന്ത് തോന്നുന്നു? നമ്മള് ഗ്രൂപ്പിൽ വന്നെന്ന് വെച്ചാൽ നമ്മള് ചെറുപ്പം ഓർമ്മയുണ്ടാവില്ല, നമ്മള് ഇത്രയുള്ള പ്രായം മുതൽ നമ്മൾ ഓരോരോ ഹംഗാമ അങ്ങനത്തെ ഓരോ പ്രോഗ്രാം ചെയ്യുന്നവരാ. നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു ബോണ്ടിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിലേക്ക് എന്താ പറയുന്നത്, പുതിയായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തപ്പോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തത്. കാര്യം നമ്മൾ വർഷങ്ങൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ നമ്മൾ ടീമായിട്ട് ചേട്ടനുള്ളപ്പോഴും കാണും, ചേട്ടനും വീക്ക് നമ്മളെല്ലാരും കൂടെ ഓരോരോ പ്രോഗ്രാം ചെയ്യാറുണ്ട്. സോ ഇപ്പോഴത്തേക്ക് വന്നപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി. കാര്യം നമുക്ക് എല്ലാവർക്കും കൂടി എന്താ പറയുക, നല്ലൊരു ബോണ്ടിങ് വെച്ചിട്ട് നമുക്ക് പുതിയ കണ്ടന്റ് ചെയ്യുമ്പോഴാണെങ്കിലും ആക്ട് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. അല്ല നമുക്ക് വേറെ എനിക്കായിട്ട് അങ്ങനെ പ്രത്യേകം തോന്നിയില്ല. അതുപോലെയുള്ള നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പൊ നമ്മള് ആദ്യം തുടങ്ങിയ ഫാമിലി ചാനലാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തി, ആദ്യം നമ്മുടെ വിഷ്ണു നമ്പൂരി, അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണുദാസ് PK, പിന്നെ ആദ്യം നമ്മുടെ നിസാമിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഷാർഷയാണ് നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. ഷാർഷ ഇങ്ങോട്ട് ചോദിക്കും, എപ്പോഴാ രാഹുൽ ബ്രോ ഷൂട്ടപ്പ് അങ്ങനെ ഷൂട്ട് പറയുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിലെത്തും. നമ്മുടെ വിഷ്ണുദാസിന് അവന് എന്തോ സ്ഥലത്ത് വരെ പോകണമായിരുന്നു. നമ്മുടെ വിഷ്ണു നമ്പൂരിക്ക് എമർജൻസി കേസ്, അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ അവരെല്ലാം കണ്ടേനെ. അപ്പൊ നമുക്ക് തുടങ്ങാം. സെറ്റ്. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. 2 ചെറുപ്പക്കാരിവിടെ പെണ്ണല്ലോ. ഇതാരടാ ഇവിടെ നോക്കൂ, ലുക്ക്. അപ്പൊ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ചേഞ്ച്. മുമ്പ് ഇവിടെ ഒരു സുന്ദരനായിട്ട് യുവാവ് നിൽപ്പുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരൻ ഇവിടെ പോയി. ഇവിടെ നോക്കൂ, ഞാൻ വിരൂപനാവട്ടെ അല്ലേ? ഓക്കെ. ഷർട്ടേലെല്ലാം പെയിന്റ് ആക്കി. അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്തേണ്ട നമ്മുടെ സീമേക്കയുടെ കടയിലാണ് ഇപ്പൊ നിക്കുന്നത്. ഞങ്ങളിവിടെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത്, ഇപ്പൊ നമ്മള് അവിടെ ചെയ്തതിന്റെ ബാക്കി ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ക്രയോൺസ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷനും ഡിസൈനിങ്ങും അങ്ങനെ എല്ലാം കൂടെ ചേർത്തുള്ളത്. ഇന്ന് നമ്മൾ ഷൂട്ട് ആയതുകൊണ്ട് ഇത് അടച്ചിട്ടേക്കുവാണ്. അപ്പൊ നമ്മള് രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പം അതാണ് ഫസ്റ്റ് കാരണം. നമ്മൾ വീഡിയോയും ഷോർട്സും കാര്യങ്ങളും ഒന്നും ഇടാഞ്ഞതിന്റെ ഫസ്റ്റ് കാരണം ഇതാണ്, നമ്മുടെ ക്രയോൺസ് ക്രിയേഷൻ ആണ്. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതില് ആർക്ക് എന്തൊക്കെ വേണമെന്ന് പറയുവാണെങ്കിൽ വരിക, നമ്മള് സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. രണ്ടാമത്തെ കാരണം, ചേട്ടനും ചേച്ചിയും ഒന്നും നമ്മുടെ വീഡിയോസിലും ഷോർട്സിലും കാണാത്ത അതെന്ന് പറയുന്നത്, ഇപ്പം ചേട്ടന് സൺഡേ വർക്കിംഗ് ഡേ ആണ്. അതുപോലെ തന്നെ മിക്കവാറും ഉള്ള സൺഡേസിൽ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ വന്ന് വീഴും. നമ്മൾ എല്ലാ സൺഡേസിലുമാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരും ജോബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൺഡേ ഇങ്ങനത്തെ പ്രശ്നം കാരണം ഷൂട്ട് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പം നമ്മളൊരു ഐഡിയ വെച്ചിട്ടുണ്ട്, നമ്മൾ ഫ്രീ ആവുന്ന ദിവസം ആരൊക്കെ എവിടെയൊക്കെ ഫ്രീ ആവുന്നു ആ ദിവസം നമുക്ക് ഷൂട്ട് ചെയ്യാം. അല്ല സൺഡേ മാത്രം നോക്കിയിരിക്കണ്ടെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളൊക്കെ കുറേ പേര് കമൻറ്റും ചെയ്യുന്നുണ്ട്, അല്ലാതെ പേഴ്സണായിട്ടും പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ ഉള്ള അടിപൊളിയാണെന്ന്. അപ്പം അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള. അപ്പം നമ്മൾ ഇനിയും ഫുൾ നമ്മൾ വീഡിയോസിന് വേണ്ടി ഇറങ്ങും, വീഡിയോസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ അഭിനയിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകൾ ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.